ആകെ പരിഭ്രമിച്ചു നിൽക്കുന്ന ശാരികയോട് രാജീവ് പറയുകയാണ്, നമ്മുടെ ശ്യാമയുടെ കോളേജിലെ നിങ്ങളുടെ ഹോട്ടലിൽ നിന്നല്ലേ എനിക്കെന്നും ഭക്ഷണം. അതൊന്നും ശ്രദ്ധിക്കാതെ ശാരിക മുന്നോട്ട് നടക്കുമ്പോൾ രാജീവ് പറയുകയാണ്, അതെ, ഒരു മിനിറ്റ്. ഹോട്ടലിൽ വന്ന് ഒന്നും സംസാരിക്കാനുള്ള അവസരം ഇല്ല. ഇതിപ്പോ വഴിയിൽ വെച്ചും ഒന്നും സംസാരിക്കാൻ പറ്റില്ലേ? അതെ, കുട്ടി ഊമയല്ലെന്നൊന്നും എനിക്കറിയാം. ആരെയാ കുട്ടി പേടിക്കുന്നത്? ആ ഇളയ കുട്ടി ശാലിനിയാണോ? എന്നിട്ടും ചുറ്റുമൊക്കെ നോക്കിയാണ് ശാരിക വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ അതെ, പ്ലീസ് പ്ലീസ് എന്നും പറഞ്ഞ് വട്ടം ചുറ്റി നിൽക്കുകയാണ് രാജീവ്. കുട്ടി പേടിക്കേണ്ട, എനിക്ക് വേറൊന്നും വേണ്ട. നേരിട്ടൊരു കാര്യം പറയണം, അത്രയുള്ളൂ. എനിക്ക് കുട്ടിയെ ഇഷ്ടമാണ്. അത് കേട്ട് ശാരിക രാജീവിനെ നോക്കുമ്പോൾ രാജീവ് പറയുകയാണ്, എന്ന് വെച്ചാൽ കുട്ടിയുടെ ക്യാരക്ടർ. വിശന്ന് വലഞ്ഞു വന്ന എനിക്ക് ഒരു പരിചയമില്ലാഞ്ഞിട്ടും കുട്ടി സ്വന്തം ആഹാരം എനിക്കെടുത്ത് തന്നില്ലേ? പണവും വാങ്ങിയില്ല. പിന്നെ ആ കർച്ചീഫ് അമ്പലത്തിൽ വെച്ച് ഫോളോ ചെയ്ത് വന്ന ഞാൻ ഒരു അപകടത്തിലാവുന്നു എന്ന് തോന്നിയപ്പോൾ കുട്ടി പറഞ്ഞില്ലേ അത് സ്വന്തം കർച്ചീഫാണെന്ന്? ആ നന്മയുള്ള മനസ്സ്. പിന്നെ അന്ന് രാത്രി ഞാൻ വീട്ടിൽ വന്നത് ഓർക്കുന്നില്ലേ? കള്ളനാനെന്ന് കരുതി അടിക്കാനൊക്കെ തുടങ്ങിയത്. വാസ്തവത്തിൽ അന്ന് ഞാൻ വന്നത് എന്ന് പറയാൻ തുടങ്ങുമ്പോൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് ശാരിക. മുന്നോട്ട് നടക്കുന്ന ശാരികയുടെ ചെരുപ്പ് പെട്ടെന്ന് പൊട്ടുകയാണ്. ആ ബസ് സ്റ്റോപ്പിൽ ശങ്കരേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. ശങ്കരേട്ടൻ ചോദിക്കുകയാണ്, എന്തു പറ്റി മോളെ? ശാരിക പറയുകയാണ്, ചെരുപ്പ് പൊട്ടിയതാണ് ശങ്കരേട്ട. ആണോ, നോക്കട്ടെ എന്ന് പറയുകയാണ് ശങ്കരേട്ടൻ. അന്നേരം ശാരിക രണ്ട് ചെരുപ്പും കയ്യിലെടുക്കുകയാണ്. അതിനുശേഷം പൊട്ടിയ ചെരുപ്പ് ശാരിക ശങ്കരേട്ടന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. നോക്കിയ ശേഷം ശങ്കരേട്ടൻ പറയുകയാണ്, സാരമില്ല, ഇത് നന്നാക്കാവുന്നതേ ഉള്ളൂ. ചെരുപ്പ് കവറിലാക്കിയ ശേഷം വീണ്ടും ബസ് സ്റ്റോപ്പിൽ തന്നെ നിൽക്കുകയാണ് ശാരിക. രാജീവ് ശാരികയെയും ശാരിക രാജീവിനെയും നോക്കുന്നുണ്ട്. അതിനുശേഷം രാജീവ് അവിടെ നിന്നും തിരികെ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ സത്യഭാമ രാഘവൻ നായർക്ക് താടിയൊക്കെ വെട്ടി വൃത്തിയാക്കി കൊടുക്കുകയാണ്. രാഘവൻ നായർ പറയുകയാണ്, മതി, കുറെ നേരമായല്ലോ നീ തുടങ്ങിയിട്ട്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? സത്യഭാമ പറയാണ്, ദേ, എന്നും താടിയൊക്കെ ക്രോപ്പ് ചെയ്ത് സുന്ദരനായിട്ടിരിക്കണം. അടുത്ത തവണ ഞാൻ ഡൈ അടിക്കാനാണ് പ്ലാൻ. ഞാൻ അതിന് പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ ഭാമേ, പിന്നെന്തിനാ? അതിനെന്താ, പുറത്തു പോയാലും ഇല്ലെങ്കിലും കാണുന്നവർക്കൊക്കെ ഒരു സന്തോഷമുണ്ടാകണ്ടേ? അതിനുള്ള പരിഷ്കാരമൊക്കെ നമുക്കാകാം. രാഘവൻ നായരുടെ അടുത്ത് ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ് വിഷ്ണു. അന്നേരം സെർവന്റ് ചായ കൊണ്ടുവരികയാണ്. രമണൻ പിള്ളയോട് സത്യഭാമ ചോദിക്കുകയാണ്, പിള്ളച്ചേട്ടാ, ബാഹുലേയന് കൊടുത്ത പണത്തിന്റെ കാര്യം എന്തായി? പലിശയുമില്ല, ഇപ്പോ മുതലും ഇല്ലെന്നായല്ലോ. അടുത്ത ആഴ്ച അയാളുടെ മകളുടെ കല്യാണമാണ് സത്യാമേ. ഞാൻ കണ്ടിരുന്നു, ഒരു നിവർത്തിയുമില്ലാത്ത അവസ്ഥയിലാണ്. അത് കേട്ട് സത്യഭാമ പറയുകയാണ്, എന്നാൽ കുറച്ച് സാവകാശം കൊടുക്കാം അല്ലേ? കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നല്ല ചിലവുള്ളതാണ്. അയാളുടെ മോളെ എനിക്കറിയാം, അവൾ നഴ്സിംഗ് പാസ്സായതാണ്. അതിനുശേഷം നേരെ ഇരിക്കെന്ന് പറയുകയാണ് രാഘവൻ നായരോട്. വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാ ചിരിക്കുന്നത്? രാഘവൻ നായർ പറയുകയാണ്, ഇത്രയുള്ളൂ സത്യഭാമ, എല്ലാവരും പറയുന്നത് കരിങ്കല്ലാണ് കാരിരുമ്പാണ് എന്നൊക്കെയാണ്. ആരുടെയെങ്കിലും സങ്കടം കേട്ടാൽ അത് മതി, ആള് വെണ്ണ പോലെ അങ്ങ് ഉരുകിപ്പോകും. കഷ്ടമാ നിന്റെ കാര്യം എന്ന് രാഘവൻ നായർ പറയുമ്പോൾ ചിരിക്കുകയാണ് സത്യഭാമ. അന്നേരം അവിടേക്ക് എത്തുകയാണ് സുസ്മിത. സുസ്മിത പറയാണ്, ഹായ്, ഗുഡ് മോർണിംഗ് ആന്റി. സത്യഭാമ പറയാൻ, ഗുഡ് മോർണിംഗ്, ഇരിക്കും മോളെ, ഇരിക്ക്. സുസ്മിതയെ കണ്ട് വിഷ്ണു പറയുകയാണ്, ഇതിപ്പോ പതിവായല്ലോ. സുസ്മിത ചോദിക്കുകയാണ്, അല്ല, ആന്റിയാണോ അങ്കിളിന് താടി ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്? സത്യഭാമ പറയാണ്, ആ, എനിക്കിഷ്ടമാണ് ഇദ്ദേഹത്തെ ഒരുക്കിയെടുക്കാൻ. അത് കേട്ട് സുസ്മിത പറയാണ്, ഒരു വിധത്തിൽ അത് തന്നെയാണ് നല്ലത്. വിഷ്ണു കളിയാക്കി ചോദിക്കുകയാണ്, അതെന്താ, ആ പണി അമ്മയ്ക്ക് അറിയാം എന്നാണോ? സുസ്മിത പറയുകയാണ്, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. കണ്ടോ ആന്റി, ഈ വിഷ്ണുവേട്ടൻ എപ്പോഴും ഞാൻ ഉദ്ദേശിക്കാത്തതേ പറയൂ. അവന്റെ സ്വഭാവം അങ്ങനെയാണ് മോളെ, നിനക്കറിയില്ലേ ഇതുവരെ? ആ, ഇറ്റ്സ് ഓക്കെ, തൽക്കാലം പോട്ടെ എന്ന് വെക്കാം. വിഷ്ണു പറയാണ്, അല്ല, പോട്ടെ എന്ന് വെക്കണ്ടെങ്കിലോ? അല്ല, എന്തിനാണാവോ ഇപ്പോഴുള്ള ഈ വരവ്? സുസ്മിത പറയാണ്, ആ, അത് കൊള്ളാം, എനിക്കിങ്ങോട്ട് വന്നൂടെ ആന്റി? വരാല്ലോ, ഏത് നേരത്തും ഇവിടെ കയറി വരാൻ. മോളെക്കാളും അവകാശം ആർക്കാണുള്ളത്? അത് കേട്ട് സുസ്മിത പറയാണ്, കണ്ടില്ലേ, ഈ വീടിനും കോമ്പൗണ്ടിനും ഇതിനകത്തെ കൺകണ്ട സ്വത്തായ വിഷ്ണു ഭഗവാനും മേലുള്ള സകല അവകാശ അധികാരങ്ങളും ശ്രീമതി സത്യഭാമ സുസ്മിതയ്ക്ക് പതിച്ചു നൽകിയിരിക്കുന്നു. അത് കേട്ട് കലിതുള്ളി വിഷ്ണു നിൽക്കുമ്പോൾ വീണ്ടും സുസ്മിത ചോദിക്കുകയാണ്, ഇനി തടസ്സവാദങ്ങളൊന്നും ഇല്ലല്ലോ തമ്പുരാനെ? അത് കേട്ട് ഞാന് ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്നും പറഞ്ഞ് ചായയുമായി എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ വിഷ്ണുവിനോട് സുസ്മിത പറയുകയാണ്, ഏയ്, അവിടെ നിൽക്ക്, ഞാനൊരു കാര്യം പറയട്ടെ. ആക്ച്വലി ഞാൻ ഇവിടെ വന്നത് ആന്റി നിങ്ങളെ എല്ലാവരെയും വീട്ടിലേക്ക് ലഞ്ചിന് ക്ഷണിക്കാൻ വേണ്ടിയാണ്. ഓ, ഇന്നോന്ന് ചോദിക്കുകയാണ് സത്യഭാമ. അതേന്ന് പറയുമ്പോൾ സത്യഭാമ പറയാണ്, അയ്യോ, ഇന്ന് എനിക്ക് മിനിസ്റ്ററുമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലോ. ആ മദ്യ കമ്പനിക്കാരിവിടെ വാട്ടർ പ്ലാന്റ് തുടങ്ങണമെന്നും പറഞ്ഞ് മന്ത്രിയുടെ പുറകെ നടക്കുവാണ്. അത് ഈ നാട്ടിൽ വരാൻ പാടില്ല. മിനിസ്റ്റർ നേരിട്ട് കണ്ടാല് എനിക്കത് തടയാൻ പറ്റൂ. എപ്പോഴാ ആന്റി അപ്പോയിന്റ്മെന്റ്? സമയം അറിയിക്കും. വിളിക്കാമെന്നാണ് PA പറഞ്ഞത്. മന്ത്രിയുടെ കാര്യമല്ലേ ആന്റി, കേരളയില് ബഡ്ജറ്റ്, കൊറോണ, അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേറെയും കിടക്കുന്നു.
വിളിക്കുമ്പോ വിളിക്കട്ടെ, എന്റെ വീട്ടിനടുത്തല്ലേ TV, ആന്റിക്ക് അവിടെയൊന്നും പോകാമല്ലോ. സത്യഭാമ പറയാണ് അതും ശരിയാണ്. വിഷ്ണുവിനോട് ചോദിക്കുന്നു, ഡാ വിഷ്ണു, നീ എന്ത് പറയുന്നു? എനിക്കിന്ന് 100 കൂട്ടം ജോലികളുള്ളതാണ്, എനിക്ക് പറ്റില്ല. സത്യഭാമ പറയുന്നു, ഡാ പറ്റണം. 1000 കൂട്ടം ജോലി ഉണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള സമയം മാറ്റിവെക്കാൻ പാടില്ല നമ്മൾ. ദേഷ്യപ്പെട്ട് വിഷ്ണു അമ്മ എന്ന് വിളിക്കുമ്പോൾ സത്യഭാമ പറയാണ്, മോളെ, ഇവനെ പൂട്ടാൻ നിന്നെ കൊണ്ടേ പറ്റൂ. പൂട്ടിക്കളയാം എന്ന് പറയുകയാണ് സുസ്മിത. പിന്നെ മുൻപ് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം വിഷ്ണുവേട്ടന് ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഇന്നത്തെ എന്റെ പാചകം എങ്ങനെയുണ്ടെന്ന് നോക്ക്. പ്ലീസ് കം എന്ന് പറയുമ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് മലന്ന് മുകളിലേക്ക് നോക്കുകയാണ് വിഷ്ണു. സുസ്മിത ചോദിക്കുകയാണ്, എന്താ നോക്കുന്നത്? അല്ല, വീടിനകത്ത് കാക്ക വല്ലതും മലന്ന് പറക്കുന്നുണ്ടോ എന്ന് നോക്കുവായിരുന്നു. ഓ, ഇവിടെ അങ്ങനൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ഇന്നത്തെ ലഞ്ച് കഴിഞ്ഞ് എന്റെ വീടിന്റെ ബാൽക്കണിയിൽ കയറി നിന്ന് നോക്ക്. അവിടെ ആകാശം കുറച്ചുകൂടി വലുതായിട്ട് കാണാം. കാക്ക മലർന്നു പറക്കുന്നത് അതും കാണാം, ഉറപ്പാണ്. സത്യഭാമയും രാഘവൻ നായരും സുസ്മിതയും ഒക്കെ ചിരിക്കുമ്പോൾ വിഷ്ണുവിന്റെ മുഖം മാറുകയാണ്. പിന്നീട് കാണിക്കുന്നത് കിച്ചണിൽ ഉള്ളി അരിയുന്ന ഗോപാലകൃഷ്ണനെയാണ്. ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഉള്ളി അരിയുമ്പോൾ കണ്ണീര് വരുന്നത് ചുമ്മാതെ അല്ല. അടുക്കളയിൽ കിടന്ന് അടിമപ്പണി ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ ഉള്ളിൽ നിന്നുള്ള കണ്ണീരാണിത്, ഉള്ളിക്കണ്ണീര്. അന്നേരം രാജേശ്വരിയുടെ വീട്ടിലെ ജോലിക്കാരി നളിനി മൊബൈലൊക്കെ നോക്കി അങ്ങോട്ട് വന്ന് ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കുകയാണ്. ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, നളിനി, സുഖമല്ലേ നിനക്ക്? സുഖമാണല്ലോ സാറേ. സാർ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, നീയാണോ ഇവിടത്തെ സെർവന്റ്, ഞാനാണോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയം. അതെ സാറേ, ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചത് കൊണ്ടാണ് മാഡം എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. കിച്ചൺ പണിയിലൊന്നും ഞാൻ അത്ര എക്സ്പെർട്ട് അല്ല. മാഡത്തിന് ഒരുക്കലാണ് എന്റെ മെയിൻ ജോബ് തന്നെ. നേരം അവിടേക്ക് അളിയാന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ടുവരികയാണ് ബാലചന്ദ്രൻ. രാജേശ്വരിയും വരുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ പറയണം, ദേ സാമ്പാർ, അവിയല്, കൂട്ടുകറി, പച്ചടി, കിച്ചടി എല്ലാത്തിനും ഉള്ളത് അരിഞ്ഞിട്ടുണ്ട്. ഗോപാലകൃഷ്ണന്റെ കയ്യിലിരുന്ന പിച്ചാത്തി എടുത്ത് താഴേക്ക് വച്ചിട്ട് രാജേശ്വരി പറയുകയാണ്, അതൊക്കെ അവിടെ വെക്ക് ഗോപിയേട്ട, ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമല്ലേ. ശാരദയുടെ കടയും വീടും ഒക്കെ ഒഴിപ്പിക്കാൻ ഇവൻ എന്തോ ഐഡിയ കണ്ടുപിടിച്ചു വച്ചിട്ടുണ്ട്. അത് പറയാനാണ് ഞങ്ങൾ വന്നത്. എന്ത് ഐഡിയ? അത് ഇതുവരെ അവൻ എന്നോട് പോലും പറഞ്ഞിട്ടില്ല. എന്താന്ന് വെച്ചാ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കെന്ന് ബാലചന്ദ്രനോട് പറയുമ്പോൾ ബാലചന്ദ്രൻ ചേച്ചിയെന്ന് വിളിച്ച് കണ്ണുകൊണ്ട് നളിനിയെ ചൂണ്ടി ആംഗ്യം കാണിക്കുകയാണ്. അന്നേരം രാജേശ്വരി പറയുന്നു, ആ, ഒരു മിനിറ്റ്. നളിനി, എന്റെ സാരികളൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊണ്ടുകൊടുത്തോ? കുറച്ച് സിൽവർ ഓർണമെന്റ്സ് ഓൺലൈൻ വാങ്ങാനായി ഏൽപ്പിച്ചത് എന്തായി? എല്ലാം റെഡിയാക്കാം മാഡം, എന്റെ നെറ്റ്വർക്ക് ഒന്ന് ക്ലിയർ ആയിക്കൊള്ളട്ടെ. ഇതൊക്കെ കേട്ട് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം നളിനിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. എക്സ്ക്യൂസ് മീ മാഡം, പാലസിൽ നിന്നും തമ്പുരാട്ടിയാണ് വിളിക്കുന്നത്. എന്നോട് ചില ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചോദിച്ചിരുന്നു. നളിനി ഫോണുമായി പോകുമ്പോൾ ഇതൊന്നും കണ്ട് ഇഷ്ടപ്പെടാതെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ ചേച്ചി ഇത് ഇവിടത്തെ സെർവന്റോ അതോ ബ്യൂട്ടീഷ്യൻ ടീച്ചറോ? രാജേശ്വരി പറയുകയാണ്, അതെന്റെ പേഴ്സണൽ സ്റ്റാഫാണ്, നിങ്ങൾ ഇടപെടേണ്ട. നീ വന്ന കാര്യം പറയാൻ നോക്ക്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ശേഷം ബാലചന്ദ്രൻ കൊണ്ടുവന്ന ബാഗിൽ നിന്നും ഒരു ഫയലും കുറച്ച് ക്യാഷും എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുകയാണ്. എന്താ ഇതെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, പണം 10 ലക്ഷമുണ്ട്. ഇതെവിടെന്ന്? അളിയൻ ശാരദാമ്മയുമായിട്ട് പിണങ്ങി പോരുമ്പോൾ അവരുടെ കുറച്ച് ആഭരണങ്ങൾ ഉണ്ടായിരുന്നില്ലേ അളിയന്റെ കയ്യിൽ, അതിവിടത്തെ അലമാരയിൽ ചുമ്മാതിരുന്ന് ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോ ഞാൻ കരുതി വെറുതെ അതങ്ങെടുത്ത് പണയം വെക്കാമെന്ന്. ബാലകൃഷ്ണൻ പറയണം, അയ്യോ, അത് അവരുടെ ആഭരണമല്ലേ, നീ എന്തിനാ അതെടുത്തത്? ഓ, അത് ശരി. അപ്പോ ശാരദാമ്മയും ഫാമിലിയെയും അവിടെ നിന്ന് ഒഴിപ്പിക്കണ്ടേ? അതിന് ഈ പണം എന്തിനാണെന്ന് പറയേ, കാര്യമുണ്ട്. അതിനുശേഷം ഫയലിൽ നിന്നും കുറച്ച് മുദ്രപത്രങ്ങൾ എടുത്ത ശേഷം ബാലചന്ദ്രൻ പറയുകയാണ്, ഈ മുദ്രപത്രത്തിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. അതും ഈ 10 ലക്ഷം രൂപയുമായി നിങ്ങൾ രണ്ടാളും ശാരദാമ്മയുടെ ചായക്കടയിലേക്ക് ചെല്ലണം. ഇത് കേട്ട് രാജേശ്വരി പറയാണ്, കൊള്ളാം, ഞാൻ അവളുടെ കടയിലേക്ക് പോണം. നടന്നത് തന്നെ. ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്, ബാലചന്ദ്ര, ഇതായിരുന്നോ നിന്റെ ഐഡിയ? അളിയ, ഞാൻ പറയുന്നത് ആദ്യം നിങ്ങളൊന്ന് സമാധാനമായിട്ട് കേൾക്ക്. യുദ്ധത്തിൽ അങ്ങനെ പല തന്ത്രങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ നമ്മളൊന്ന് പിന്നോട്ട് മാറിക്കൊടുക്കേണ്ടിയും വരും. അത് കീഴടങ്ങാനല്ല, കീഴടക്കാനാണ്. ഗോപാലകൃഷ്ണൻ പറയാണ്, യുദ്ധം അത് കള. നീ പറയുന്നത് വെച്ച് കട ഒഴിപ്പിക്കാൻ പറ്റുമോ? അത് വേണം പറയാൻ. പറ്റും, കട ഒഴിപ്പിക്കാൻ പറ്റും എന്നത് മാത്രമല്ല, ഈ നാട്ടിൽ നിന്ന് തന്നെ അവരുടെ തലവെട്ടം കാണില്ല. ചേച്ചിയും അളിയനും കുറച്ച് ബുദ്ധിപൂർവ്വം ഇടപെടണം എന്ന് മാത്രം. രാജേശ്വരി ചോദിക്കുകയാണ്, എന്ന് വെച്ചാൽ എങ്ങനെ ഇടപെടണമെന്ന് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, പറയാം. അതിനുശേഷം അവരിരുപേരോടും കാര്യങ്ങളൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ. കാര്യങ്ങളൊക്കെ കേട്ട ശേഷം രാജേശ്വരി പറയുകയാണ്, ഇത് കൊള്ളാം അല്ലേ ഗോപിയേട്ടാ? ആ, കുഴപ്പമില്ല. അത് കേട്ട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ആ, കുഴപ്പമില്ല എന്നല്ല, ഉഗ്രനാണ്, ഉഗ്രൻ ഐഡിയ. ഈ രാജേശ്വരിയുടെ അനിയനല്ലേ ഈ ബാലചന്ദ്രൻ? ചേച്ചിയെ ഒരിടത്ത് തല താഴ്ത്താൻ ഞാൻ അനുവദിക്കുമോ? ഇല്ല. ഇനി ചേച്ചി പറയും, ഈ ഐഡിയ പ്രാക്ടിക്കലാക്കാൻ എപ്പോഴാണ് നിങ്ങൾ അവരെ കാണാൻ പോകുന്നത്?
പിന്നീട് കാണിക്കുന്നത് സുസ്മിതയുടെ വീടാണ്. സുസ്മിത വെളിയിലോട്ടൊക്കെ നോക്കി നിന്നിട്ട് പറയുകയാണ്, ഇതുവരെ വന്നില്ലല്ലോ, ഇതെന്താ താമസിക്കുന്നത്? ഇത് കണ്ട് സരള ചോദിക്കുകയാണ്, അതെ മോൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത്? വിഷ്ണുവും കൂട്ടരും ഇങ്ങെത്തിക്കോളും. അവര് ഇറങ്ങാൻ റെഡിയാകുന്നു എന്നാണ് അല്പം മുമ്പ് എന്നോട് ഫോണിൽ പറഞ്ഞത്. അവരെ അല്ലമ്മേ ഞാൻ നോക്കി നിൽക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ തന്നെ എന്തെങ്കിലും വച്ചുണ്ടാക്കാമെന്ന്. ഏത് ഡിഷ് വേണമെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാമല്ലോ. കഴിക്കാനായിട്ട് ആകെ 5-6 പേരെ ഉണ്ടാവുകയുള്ളൂ. അതിപ്പോ നമ്മൾ എന്തുണ്ടാക്കിയാലും വിഷ്ണുവേട്ടന് പിടിക്കില്ലല്ലോ അമ്മേ. ആ ശാരദാമ്മയുടെ കുടുംബശ്രീയിലെ ഭക്ഷണമാണ് പദ്യം. എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ആള്. കേട്ട് സരള പറയുകയാണ്, എന്റെ ദൈവമേ, ഫുഡ് നീ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞല്ലേ അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. എന്നിട്ട് കാറ്ററിംഗ് അവരോടൊക്കെ വാങ്ങുക എന്ന് പറഞ്ഞാൽ? അത് കേട്ട് സുസ്മിത പറയുകയാണ്, അതൊക്കെ ഈ സുസ്മിതയുടെ ഒരു നമ്പരല്ലേ. ഇതെന്താ ഒരു ബോധമില്ലാത്തതുപോലെ? അതെ, അവിടെ വെച്ച് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല എന്ന് വിഷ്ണുവേട്ടൻ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ അങ്ങ് തോറ്റുകൊടുക്കാൻ പറ്റില്ല എന്ന് എനിക്കും തോന്നി. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇഷ്ടപ്പെടുത്തണമെന്ന് എനിക്കൊരു വാശി തോന്നിയത്. ആ വാശി നടപ്പിലാക്കാൻ നിന്നെ കൊണ്ട് ഈ ജന്മം പറ്റുമോടി? സരള പറയുകയാണ്, പാചകം എന്ന് പറയുന്നത് ഒരു കലയാണ്. അത് പഠിച്ചെടുക്കാനേ നല്ല ക്ഷമയും സഹനശക്തിയും ഓർമ്മശക്തിയും ഒക്കെ വേണം. നൈപുണ്യം എന്ന് പറയുന്നത് ഇതൊക്കെ ചേരുമ്പോഴുള്ള ഒരു അനുഗ്രഹമാണ്. ആയിരിക്കും. ഏതായാലും ആ പണി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഏറ്റവും ഭംഗിയായിട്ട് അറിയാവുന്നത് എനിക്ക് തന്നെയാണ്. പിന്നെ എന്ത് മാജിക് ആണ് നീ കാണിക്കാൻ പോകുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സുസ്മിത പറയാണ്, മാജിക് അല്ലമ്മേ, ഒരു ഉഡായിപ്പ്. ഒന്നാം തരം ഒരു നമ്പർ. വിഷ്ണുവേട്ടനുമായി ഒരു ലഞ്ച് ചലഞ്ച് വെച്ചിരിക്കുകയാണ് ഞാൻ. ഇന്ന് ഫുഡ് ഞാനുണ്ടാക്കും, അത് ഉറപ്പായും വിഷ്ണുവേട്ടന് ഇഷ്ടപ്പെടും എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ ഫുഡ് നീ അല്ലല്ലോ ഉണ്ടാക്കുന്നത്. അത് വിഷ്ണുവേട്ടൻ എങ്ങനെ അറിയാനാണ് എന്റെ അമ്മേ? വിഷ്ണുവേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണം നമ്മൾ വരുത്തി കൊടുക്കുന്നു. ഒപ്പം അത് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. നമുക്കൊരു 1000-2000 പോയാലെന്താ? അധ്വാനം ശാരദാമ്മയ്ക്കും ക്രെഡിറ്റ് സുസ്മിതയ്ക്കും കിട്ടുമല്ലേ? അത് കേട്ട് സരള പറയുകയാണ്, ഈശ്വര, അത് ശരിയാണല്ലോ. കൊള്ളാം, നീ സരളയുടെ മോള് തന്നെയാണ് നീ എന്ന് തെളിയിച്ചു. സുസ്മിത പറയാണ്, താങ്ക്സ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. വിഷ്ണുവേട്ടനും കൂട്ടരും വന്നു കഴിഞ്ഞിട്ടാണ് ഹോട്ടലിൽ നിന്ന് ഫുഡ് കൊണ്ടുവരുന്നതെങ്കിൽ സംഗതി ചീറ്റിപ്പോകും. എന്നാ പിന്നെ ചമ്മിപ്പോകും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഹോട്ടലുകാരെ ഒന്ന് വിളിച്ചു നോക്കാൻ പാടില്ലായിരുന്നോ? എവിടെ എത്തി എന്നറിയാമായിരുന്നല്ലോ. അഡ്രസ് അറിയാനായി അവര് കുറച്ചു മുമ്പ് ഇങ്ങോട്ട് വിളിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ കുറെ തവണ അങ്ങോട്ട് വിളിച്ചിട്ടും അറ്റൻഡ് ചെയ്യുന്നില്ല. അത്ര പ്രൊഫഷണൽ സ്ഥാപനമൊന്നും അല്ലാതെ ഒരു തട്ടുകടയേക്കാൾ അല്പം കൂടി വലുതായൊരു ഹോട്ടല്. ഒരു ശാരദാമ്മയും കുടുംബശ്രീയും. നാട്ടുകാരിങ്ങനെ കൊട്ടി ആഘോഷിച്ച് തോളിലേറ്റാൻ എന്താണാവോ എന്തോ. ഇതൊക്കെ കേട്ട് ഒന്ന് ആലോചിക്കുകയാണ് സരള. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ ഹോട്ടലാണ്. അന്നേരം ശാരദാമ്മയെ ഫോൺ വിളിക്കുകയാണ് സുസ്മിത, പക്ഷേ കിട്ടുന്നില്ല. വീണ്ടും ശാരദാമ്മയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. ശാരദാമ്മ ഹലോ എന്ന് വെക്കുമ്പോൾ ദേഷ്യപ്പെട്ട് സുസ്മിത ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്? അത് ഞാൻ അടുക്കളയിലായിരുന്നു. ആരാ ഇത്? ഇത്ര പെട്ടെന്ന് അതും നിങ്ങൾ മറന്നോ? കുറച്ചു മുമ്പ് അവിടെ വന്ന് 10 മീൽസ് ഓർഡർ ചെയ്ത് പോയില്ലേ? ആ സുസ്മിതയാണ്. ഓർഡർ ചെയ്യുമ്പോഴേ പറഞ്ഞതല്ലേ ഫുഡ് എത്രയും പെട്ടെന്ന് വേണമെന്ന്. അത് എല്ലാം പാകമാകണ്ടേ മോളെ? അയ്യോ സോറി മാഡം എന്ന് പറയുകയാണ് ശാരദാമ്മ. എന്തായാലും മാഡത്തിനുള്ള ഫുഡ് തന്നെ ആദ്യം പാഴ്സൽ ചെയ്തു. ഇപ്പൊ ഇവിടെ നിന്ന് തിരിക്കും. അന്നേരം സുസ്മിത പറയണം, ഇതാ നിങ്ങളെ ലോക്കൽ ഷോപ്പിന്റെ ഒരു പ്രശ്നം. നെറ്റിലേതെങ്കിലും ഫുഡ് ഡെലിവറി കമ്പനിയുമായി ലിങ്ക് ചെയ്ത ഹോട്ടലാണെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ സമയവും എപ്പോ ഇവിടെ എത്തും എന്നതെല്ലാം മൊബൈലിൽ അറിയാം. ഡെലിവറി ഏജന്റിന്റെ റൂട്ട് മാപ്പ് വരെ നമുക്ക് കാണാം. സോറി മാഡം എന്ന് പറയുമ്പോൾ സുസ്മിത പറയാണ്, എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കണ്ട. ഫുഡ് ഇവിടെ എത്തിയിരിക്കണം എത്രയും പെട്ടെന്ന്. മുൻകൂറായി പേ ചെയ്യാമെന്ന് പറഞ്ഞതാണ് ഞാൻ. വേണമെങ്കിൽ ഡബിൾ ചാർജ് ഇട്ടോ. അത്രയും പറഞ്ഞ് സുസ്മിത ഫോൺ വയ്ക്കുമ്പോൾ അവിടെ എത്തുകയാണ് വിഷ്ണുവും സത്യഭാമയും എല്ലാവരും. അവരെ കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് സുസ്മിത. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.